കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ ശനിയാഴ്ച സമാപിക്കും. ഭക്തർക്കായി വിപുലമായ അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വം കീഴടമായ കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ജൂലൈ 8 മുതൽ നടന്നുവരുന്ന പുനഃപ്രതിഷ്ഠയും കർപ്പൂരാദി നവീകരണ സഹസ്ര കലശ ചടങ്ങുകളും ശനിയാഴ്ച സമാപിക്കും. 63 വർഷങ്ങൾക്ക് ശേഷമാണ് ക്ഷേത്രത്തിൽ വിപുലമായ പുനഃപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത്. ഇതിനായുള്ള മുഴുവൻ ചെലവുകളും ഗുരുവായൂർ ദേവസ്വമാണ് വഹിക്കുന്നത്. പ്രധാന പ്രതിഷ്ഠയായ ശിവനു പുറമെ സ്വയംഭൂവായ ശിവനും പ്രതിഷ്ഠയുള്ള കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തലക്കോട്ടുകര ശിവക്ഷേത്രം. പ്രധാന ശിവപ്രതിഷ്ഠയ്ക്കും സ്വയംഭൂവായ ശിവനും പ്രത്യേകമായാണ് പുനഃപ്രതിഷ്ഠയും കർപ്പൂരാദി നവീകരണ സഹസ്ര കലശ ചടങ്ങുകളും നടന്നത്. ബുധനാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നടന്ന ആചാര്യവരണം, മുളയിടൽ, പ്രസാദശുദ്ധി, അസ്ത്രകലശപൂജ, രക്ഷോഘ്ന ഹോമം, വാസ്തുഹോമം, വാസ്തുബലി, വാസ്തുകലശാഭിഷേകം തുടങ്ങിയ ചടങ്ങുകളോടെയാണ് 11 ദിവസത്തെ പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് തുടക്കമായത്. ക്ഷേത്രത്തിലെ തന്ത്രിമാരായ കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി, വാസുദേവൻ നമ്പൂതിരി എന്നിവരാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. ആലുവ തന്ത്രവിദ്യാപീഠം പ്രിൻസിപ്പൽ പി ബാലകൃഷ്ണ ഭട്ടിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പ്രമുഖ താന്ത്രിക ആചാര്യന്മാരും വൈദിക ശ്രേഷ്ഠന്മാരും ചടങ്ങുകളിൽ പങ്കാളികളായി. ക്ഷേത്ര മേൽശാന്തിമാരായ VM ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ER അജിത്ത് നമ്പൂതിരി എന്നിവർ സഹകാർമ്മികത്വം വഹിക്കും. ചടങ്ങുകളുടെ സമാപന ദിവസമായ ശനിയാഴ്ച രാവിലെ 11 മണി മുതൽ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്കായി അന്നദാനവും ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. വളരെ ഭംഗിയായിട്ട് തന്നെ ആ ശിവനെ പുനരുദ്ധീകരിച്ച് അത് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. നട തുറക്കുന്നത് നാളെയാണ്. എല്ലാവരും തന്നെ നാളെ രാവിലെ 4 മണിക്ക് എത്തിച്ചേരണമെന്ന് അപേക്ഷിച്ചുള്ളൂ. നാളെ 4 മണിക്ക് നട തുറക്കും. 9:30-10 മണിയോടുകൂടി ചടങ്ങുകൾ അവസാനിക്കും. തന്ത്രിയുടെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിഞ്ഞു. നാളെ അത് കഴിഞ്ഞതിന് ശേഷം പ്രസാദോട്ടും ഉണ്ടായിരിക്കും. ഒക്കെ ദേവസ്വം വഴിയാണ് ചെയ്യുന്നത്. ഇന്ന് കർക്കിടകം 1 രാമായണം വായന തുടങ്ങി 31 ദിവസം വരെ രാമായണ വായന ഉണ്ടായിരിക്കും. 31 ദിവസം കാലത്ത് പ്രഭാതവർഷം കർക്കിടക്കഞ്ഞി ഉണ്ടായിരിക്കും. എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ ഞങ്ങളുടെ അമ്പലത്തിലേക്ക് ക്ഷണിച്ചു.